Hello, hi dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ നമ്മുടെ ഈ വേർഡ് ഓഫ് ദി ഡേ സെഷനിലല്ലേ നമ്മൾ ഓരോ വേർഡും അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആവണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സെഷൻ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 മാർക്ക് വരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സെഷനിൽ വേർഡ് ഓഫ് ദി ഡേ എന്നുള്ള ഈ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യെസ്, അപ്പോൾ അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണില്ല, ഇപ്പോൾ നമ്മൾ സ്കൂളിലായാലും കോളേജസിലായാലും അല്ലേ, നമുക്ക് ഇംഗ്ലീഷ് പേപ്പർ മസ്റ്റാണ്. ഇന്നത്തെ ഈ ഒരു എന്താ പറയുക കറൻറ്റ് സിനാറിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണേലും നിങ്ങൾക്ക് ഈ സെഷൻസ് ഫോളോ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വേർഡിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് പെൻസീവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് പെൻസീവ് ആണ്. യെസ്, നമുക്കറിയാം നമ്മുടെ വേർഡ് ഓഫ് ദി ഡേ എന്നുള്ള ഈ ഒരു ഹോൾ സെഷനെ നമ്മൾ പല പാർട്സായി ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്, അപ്പോൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് ചോദിച്ചാൽ ഇത് ആഡ്ജക്റ്റീവ് ആണ്. പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. യെസ്, അപ്പോൾ ഒരു വേർഡ് ആഡ്ജക്റ്റീവ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ആ വേർഡ്, ആ ആഡ്ജക്റ്റീവ് കമ്പയർ ചെയ്യണ പോലത്തെ കമ്പാരബിൾ ആണോ അതോ നോട്ട് കമ്പാരബിൾ ആണോ, അല്ലേ? കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേർഡാണോ, അല്ലെങ്കിൽ സുപ്പീരിയർ ഇൻഫീരിയർ ഇങ്ങനത്തെ എക്സെപ്ഷണൽ കേസസ് പോലെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത വേർഡാണോ എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ പെൻസീവ് എന്നുള്ള ഈ ഒരു അഡ്ജക്റ്റീവ് കമ്പാരബിൾ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ആണ്, രണ്ടാമത്തത് കമ്പാരിറ്റീവ്, മൂന്നാമത്തത് സൂപ്പർലേറ്റീവ്, അല്ലേ? അപ്പോൾ എന്താണ് ആഡ്ജക്റ്റീവ്, എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതേപോലെ എന്താണ് എന്താ പറയുക പോസിറ്റീവ് സൂപ്പർലേറ്റീവ് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആഡ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലേ? നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്കറിയാം ഒരുപാട് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ആഡ്ജക്റ്റീവ്. അപ്പോൾ ആഡ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ റൂൾസും അല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സെഷൻസ് പോയി ചെക്ക് ചെയ്താൽ മതി. യെസ്, അപ്പോൾ നമ്മുടെ പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ കാര്യം പറയുമ്പം അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി നമുക്കറിയാം, ആ വേർഡ് തന്നെയാണ് പെൻസീവ്, അല്ലേ? അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് മോർ പെൻസീവ് ആണ്. മുമ്പിൽ നമ്മളൊരു മോർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് മോസ്റ്റ് പെൻസീവ് ആണ്. മുമ്പിൽ ഒരു മോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഇനി പല ആഡ്ജക്റ്റീവ്സ് പോലെ നമ്മുടെ ഈ ഒരു ആഡ്ജക്റ്റീവിൽ നമുക്ക് ആഡ്വർബ് ഫോമും ഉണ്ട്, നൗൺ ഫോമും ഉണ്ട്. അപ്പോൾ ആഡ്വർബ് ഫോമിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഒട്ടുമിക്ക ആഡ്ജക്റ്റീവിൻ്റെ കൂടെയും നമ്മൾ ലാസ്റ്റ് LY ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആഡ്വർബ് കിട്ടും. പെൻസീവും അതേപോലെ തന്നെ പെൻസീവ്ലി. അപ്പോൾ എന്താണ് പെൻസീവ്ലി? പെൻസീവിൻ്റെ മീനിങ് നോക്കാം. മീനിങ് നോക്കുമ്പോൾ നമുക്ക് നൗണിൻ്റെയും ആഡ്വർബിൻ്റെയും ഡീറ്റെയിൽഡ് ആയ മീനിങ് നോക്കാം. ഇപ്പോൾ തൽക്കാലം എന്ത് മനസ്സിലാക്കുക? പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ ഇൻ എ പെൻസീവ് മാനർ. അതേപോലെ ഈ വേർഡിൻ്റെ നൗൺ ഫോമാണ് പെൻസീവ്നെസ്. ഈ വേർഡിൻ്റെ നൗൺ ഫോമാണ് പെൻസീവ്നെസ്. അപ്പോൾ പെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പെൻസീവ്. യെസ്, പിന്നെ ഈ പെൻസീവ്നെസ്, ഓക്കെ, പെൻസീവ്നെസ് എന്നുള്ളത് നൗൺ ആണ്, മനസ്സിലായല്ലോ? അപ്പോൾ പെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പെൻസീവ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ആയ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് പെൻസീവിൻ്റെ മീനിങ് നോക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. നമുക്ക് ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. യെസ്, യെസ്, അപ്പോൾ പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ പറയുമ്പോൾ എൻഗേജ്ഡ് ഇൻ അല്ലെങ്കിൽ ഇൻവോൾവിങ് ഓർ റിഫ്ലെക്റ്റിംഗ് ഡീപ്പ് ഓർ സീരിയസ് തോട്ട്സ്. ഡീപ്പ് ഓർ ഇത് G ആണ്, ഡീപ്പ് ഓർ സീരിയസ് തോട്ട്സ്. ഡീപ്പ് ഓർ സീരിയസ് തോട്ട്സ്. യെസ്,
അപ്പോൾ എന്താ പെൻസീവ്? നമുക്ക് ആദ്യം മീനിങ് നോക്കാം. എൻഗേജ്ഡ് ഇൻ അല്ലേ, എൻഗേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിലാണ് എൻഗേജ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. എൻഗേജ്ഡ് ഇൻ അല്ലെങ്കിൽ ഇൻവോൾവിങ് ഓർ റിഫ്ലക്റ്റിംഗ്. നമ്മൾ ഈ റിഫ്ലക്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ പറയുമ്പോൾ റിഫ്ലക്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലേ, പൊതുവേ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇപ്പം എന്താ പറയുക, ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് അല്ലേ, ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് വെൻ ഇറ്റ് ഹിറ്റ്സ് ഓൺ ദ വാൾ അല്ലെങ്കിൽ വെൻ ഇറ്റ് ഹിറ്റ്സ് ഓൺ എ സർഫേസ് ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. അതായത് ലൈറ്റ് എന്താവും, ലൈറ്റ് ഇങ്ങനെ എന്താ പറയുക, അത് റിഫ്ലക്റ്റ്, അതായത് അതങ്ങനെ പ്രതിബിംബിക്കും എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് പൊതുവേ നമ്മൾ റിഫ്ലക്റ്റ് എന്നുള്ള ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സെയിം വേർഡ് നമുക്ക് ഏതൊരു മീനിങ്ങിലും യൂസ് ചെയ്യാം. ഒരു ചിന്തയിലായിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ധ്യാനത്തിലായിരിക്കുക അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമായ ഒരു തോട്ട്ഫുൾ ആയ ഒരു അവസ്ഥയിലായിരിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? റിഫ്ലക്റ്റ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ റിഫ്ലക്റ്റിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കണം. അപ്പോൾ എന്താണ് പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ മീനിങ്? പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കണ്ടിട്ട് അയാൾ ഭയങ്കര പെൻസീവ് ആണ് എന്ന് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു പെൻസീവായ ഒരു മൂഡിലാണ് എന്നൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്തോ ഒരു തോട്ട്സിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ഒരു ചിന്തയിലായിരിക്കുക അല്ലെങ്കിൽ ഒരു ചിന്താവിഷ്ടനായ എന്നൊക്കെയുള്ള അത്തരം മീനിങ്ങിലാണ് നമ്മൾ പെൻസീവ് എന്നുള്ള ആ ഒരു ഭയങ്കര ഡീപ്പായ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയ എന്തോ ഒരു ആലോചനയിൽ ആരെങ്കിലും ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അവരെ എന്ത് പറയണേ, അവരൊരു പെൻസീവ്, അവരുടെ ആ അവരെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ പെൻസീവ് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പെൻസീവ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ കാര്യം നമ്മൾ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ കണകൂടാ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, നമുക്ക് എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പറയാം, നമുക്കൊരു വിഷമം തന്നെ പോലത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണതെങ്കിൽ അത്തരം കോണ്ടെക്സ്റ്റിലാണ് കൂടുതൽ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ, പെൻസീവ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അപ്സെറ്റ് ആക്കണ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കണ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് വിഷമം തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഭയങ്കര ഡീപ്പായ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയ തോട്ട്സിൽ നമ്മൾ ഏർപ്പെട്ടേക്കണതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് പെൻസീവ്. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മളിതിൻ്റെ ആഡ്വർബ് നമ്മൾ കണ്ടു, പെൻസീവ്ലി അല്ലേ. അപ്പോൾ പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ യെസ്, നമ്മൾ ഏതെങ്കിലും ഒരു ചിന്തയിൽ എന്താ പറയുക, ഇൻ എ പെൻസീവ് മാനർ അല്ലെങ്കിൽ ഇൻ എ തോട്ട്ഫുൾ മാനർ അല്ലേ. യെസ്, ഇൻ എ തോട്ട്ഫുൾ മാനർ. ആ ഒരു മീൻ, അത് എന്തെങ്കിലും ഒരു ചിന്തയിലായിരിക്കണം, ആ ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവിടെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? പെൻസീവ്ലി എന്നുള്ള ആഡ്വർബ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് പെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തയിലായിരിക്കണം ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പെൻസീവ്നെസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പെൻസീവ്? പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡീപ്പായ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയ ഒരു തോട്ട്സിലാണ്, നമ്മൾ ഭയങ്കരമായ ഒരു ആലോചനയിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ആലോചനയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് വിഷമം തന്നെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെ അപ്സെറ്റ് ആക്കണ പോലത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഭയങ്കരമായി ആലോചിച്ചുകൊണ്ടിരിക്കണതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് പെൻസീവ്. മനസ്സിലായല്ലോ? യെസ്. അതേപോലെ പെൻസീവ്ലി എന്ന് പറയുമ്പോൾ യെസ്, അങ്ങനെ ഒരു തോട്ട്ഫുൾ ആയ ഒരു മാനറിൽ ഇരിക്കണതിനെയാണ് അല്ലേ, അതിനെയാണ് നമ്മൾ ആ ഒരു തോട്ട്ഫുൾ ആയ ഒരു മാനറിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? പെൻസീവ്ലി എന്നുള്ള ആഡ്വർബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തോട്ട്ഫുൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് തോട്ട്ഫുൾ അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റിഫ്ലക്റ്റീവിനെയാണ് നമ്മൾ പെൻസീവ്നെസ് എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിനോണിംസ് ഒക്കെ എന്തായിരിക്കും? ഇതിൻ്റെ സിനോണിംസ് എല്ലാം നമ്മൾ ഭയങ്കര ഒരു ചിന്തയിലായ അല്ലെങ്കിൽ ഒരു ചിന്താവിഷ്ടനായ അല്ലെങ്കിൽ ഒരു ചിന്താമഗ്നനായ ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയണ വേർഡ്സ് അല്ലേ, ആ ഒരു മീനിങ്ങിലുള്ള വേർഡ്സ് ഒക്കെ ആയിരിക്കും എന്ത് നമ്മുടെ പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ചിന്തയിലായിരിക്കുന്ന ചിന്തയിലായിരിക്കുക. യെസ്, തോട്ട്ഫുൾ. തിങ്കിങ്, തോട്ട്ഫുൾ തിങ്കിങ്. നമുക്ക് പറയാം റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്താശീലമുള്ള അല്ലെങ്കിൽ ചിന്തയിലായിരിക്കുന്ന എന്നുള്ള അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഞാൻ പറഞ്ഞു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് എന്നുള്ള ആ ഒരു വേർഡ് യെസ് ഇങ്ങനെ പ്രതിബിംബിക്കുക എന്നുള്ള ആ ഒരു മീനിങ് കൂടാതെ നമുക്ക് ചിന്തിച്ചിരിക്കുക അല്ലെങ്കിൽ ചിന്തയിലായിരിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിലും നമുക്ക് റിഫ്ലക്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ ആ ഒരു മീനിങ്ങിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു മീനിങ് കൺസിഡർ ചെയ്താണ് നമ്മൾ പെൻസീവിൻ്റെ സിനണിമായിട്ട് റിഫ്ലക്റ്റീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ തോട്ട്ഫുൾ ആയാലും തിങ്കിങ് ആയാലും റിഫ്ലക്റ്റീവ് ആയാലും എന്താണ് അതിൻ്റെ മീനിങ്? ചിന്തയിലായിരിക്കുന്ന. അതേപോലെ
കോണ്ടംപ്ലേറ്റീവ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കോണ്ടംപ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചിന്താവിഷ്ടനായ അല്ലെങ്കിൽ ചിന്താവിഷ്ടയായ, അതോ അല്ലെങ്കിൽ ചിന്തയിലായിരിക്കുന്ന എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് കോണ്ടംപ്ലേറ്റീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. മെഡിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ധ്യാനത്തിലായിരിക്കുന്ന അല്ലേ, ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? മെഡിറ്റേറ്റീവ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം മെഡിറ്റേറ്റീവ് നമുക്ക് ബ്രൂഡി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ബ്രൂഡി എന്ന് പറഞ്ഞാൽ ചിന്തയിലായിരിക്കണം അല്ലെങ്കിൽ ചിന്താശീലമുള്ള, ചിന്താവിഷ്ടനായ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ബ്രൂഡിങ് എന്നുള്ള വേർഡും യൂസ് ചെയ്യാം. ബ്രൂഡിങ് യെസ്. അതേപോലെ മ്യൂസിങ് എന്നൊരു വേർഡുണ്ട്. മ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഭയങ്കരമായ ഒരു ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുക അല്ലെ, ക്യാരക്ടറൈസ്ഡ് ബൈ ഡീപ്പ് തോട്ട്സ്, ഭയങ്കര ചിന്തയിലായിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? മ്യൂസിങ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. റുമിനേറ്റീവ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. അതായത് ഈ റുമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റുമിനേഷൻ എന്നുള്ള ആ ഒരു വേർഡ് ഇപ്പം മൃഗങ്ങളൊക്കെ ഇപ്പോൾ പശുവൊക്കെ അയവറക്കണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. യെസ്, ആ ഒരു മീനിങ്ങിൽ നമുക്ക് റുമിനേറ്റ് എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അയവറക്കുക എന്ന് പറയുന്ന മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റുമിനേറ്റ്. അപ്പോൾ ഈ സെയിം വേർഡ് നമുക്കറിയാം എല്ലാ ലാംഗ്വേജസിലും ചില സെയിം വേർഡ്സ് നമുക്ക് പല മീനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, ചില സെയിം വേർഡ് നമുക്ക് പല മീനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെയാണ് റുമിനേറ്റ് എന്നുള്ള ഈ ഒരു വേർഡും ചിന്തയിലായിരിക്കുക അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം റുമിനേറ്റ് എന്നുള്ള വേർഡ്. അപ്പോൾ ആ ഒരു മീനിങ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പെൻസീവിൻ്റെ സിനണിം ആയിട്ട് ഏത് വേർഡ് യൂസ് ചെയ്തത്? റുമിനേറ്റീവ് അല്ലേ, ചിന്തയിൽ മുഴുകിയിരിക്കുക അല്ലെങ്കിൽ ചിന്താമഗ്നനായിരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? റുമിനേറ്റീവ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമുക്ക് പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻറ്റണിംസ് പറയുമ്പോൾ സിനണിംസ് നമ്മൾ പറഞ്ഞു എന്തോ ഭയങ്കര ഡീപ്പായി ആലോചിച്ചുകൊണ്ടിരിക്കണം അല്ലേ, ഭയങ്കര ഡീപ്പായി ആലോചിച്ചുകൊണ്ടിരിക്കണ മീനിങ്ങിൽ വരുന്ന വേർഡ്സ് ഒക്കെയാണ് നമ്മൾ പെൻസീവ് എന്നുള്ളതിൻ്റെ സിനണിംസ് ആയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ആൻറ്റണിംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രീ ആയിരിക്കണം അല്ലെങ്കിൽ ചിന്തകളൊന്നും ഇല്ലാതിരിക്കണം എന്നുള്ള മീനിങ്ങിലുള്ള വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോട്ട്ലെസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. തോട്ട്ലെസ് എന്ന് പറയുമ്പം ചിന്തയൊന്നും ഇല്ലാത്ത അല്ലേ, തോട്ട്ലെസ്. അതേപോലെ സില്ലി എന്നുള്ളൊരു വേർഡ് ഉണ്ട്, യെസ്. സില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സില്ലി എന്ന് പറയുമ്പോഴും നമുക്ക് നിസ്സാരമായ സില്ലി ആയ ഒരു കാര്യത്തിനാണോ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യണം? അവിടെ നിസ്സാരമായ അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് സില്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നീ ഇത്ര സില്ലി ആവരുത് അല്ലേ. അപ്പം ഇങ്ങനെ അതായത് ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്ര ഫൂളിഷ് ആവരുത് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലും നമ്മൾ സില്ലി എന്നുള്ള വേർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് കോണ്ടെക്സ്റ്റ് കൂടാതെ നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരാൾ എന്താ പറയുക, അയാളുടെ ഒരു ചിന്തിക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ടൊരവസ്ഥ, അതായത് നമ്മളിപ്പം എന്താണ് ഇപ്പോൾ ഒരു വെളിവില്ലാത്ത എന്നുള്ള ആ ഒരു മീനിങ്ങിൽ വേണമെങ്കിലും നമുക്ക് സില്ലി എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഒരാൾ ഭയങ്കരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ യെസ് അയാൾക്ക് ഒരു സ്വബോധം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അയാൾ എന്താ പറയുക അയാൾ കോൺഷ്യസ് അല്ല എന്നുള്ളൊരവസ്ഥ അല്ലേ. യെസ്, നമ്മൾ ഒരു വെളിവില്ലാത്ത എന്നുള്ള അത്തരം മീനിങ്ങിലും നമുക്ക് സില്ലി എന്ന് പറയണ ആ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തയിലിരിക്കുക അല്ലേ, നമ്മൾ ഭയങ്കരമായ ഒരു ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ആ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷനെയാണ് നമ്മൾ പെൻസീവ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തോട്ട്ലെസ് ആയാലും സില്ലി ആയാലും യെസ് നമ്മൾ ചിന്തിക്കാത്ത എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ഈ രണ്ട് വേർഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് കുറേയൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് വേർഡ്സ് ആണ് തോട്ട്ലെസ്സും അതേപോലെ സില്ലിയും. യെസ്, മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ അപ്പിയേർഡ് പെൻസീവ് ആൻഡ് അൺഈസി. ഷീ അപ്പിയേർഡ് പെൻസീവ് ആൻഡ് അൺഈസി ആഫ്റ്റർ ദ വിസിറ്റിൽ. അവൾ എങ്ങോട്ടോ ആരെയോ കാണാൻ പോയി, കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം യെസ് അവളെ കണ്ടു കഴിഞ്ഞപ്പം യെസ് അവൾ അൺഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണെന്ന് നമുക്ക് തോന്നി, അല്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയിലാണ്, ഒരു സ്വസ്ഥ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത എന്ന് പറയുന്ന മീനിങ്ങിൽ നമുക്ക് അൺഈസി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ അവളുടെ ആ വിസിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തോന്നി അവൾക്കൊരു സ്വസ്ഥതയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവൾ എന്തോ കാര്യമായിട്ട് എന്തോ ഒരു ആലോചനയിലാണ്, എന്താ പറയുക മനസ്സിനെ വിഷമിപ്പിക്കണ എന്തോ
ഒരു കാര്യം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഭയങ്കര ഡീപ്പായ ഒരു ആലോചനയിലാണ് എന്നുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? പെൻസീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഷീ അപ്പിയേർഡ് പെൻസീവ് ആൻഡ് അണീസി ആഫ്റ്റർ ദ വിസിറ്റ്. അല്ലെ, വിസിറ്റ് കഴിഞ്ഞ് വന്നപ്പം യെസ് അവൾ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത പോലെ തോന്നി. അവൾ എന്തോ ഭയങ്കരമായ ഒരു ആലോചനയിലും ആണ് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പെൻസീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. യെസ്, അപ്പം മനസ്സിലായല്ലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത വേർഡ് പെൻസീവ് എന്നുള്ള വേർഡാണ്. ഈസി ആയ ഒരു വേർഡാണ് പെൻസീവ്. കുറേ പേർക്കെങ്കിലും ഈ ഒരു വേർഡ് പുതിയതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, അപ്പോൾ ഈ പെൻസീവ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട. ആൻറ്റണിംസ്, സിനണിംസ് ആയാലും അതിൻ്റെ അഡ്വർബ് ഫോം ആയാലും അഡ്ജക്റ്റീവ് നൗൺ ഫോം ആയാലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആയാലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടെ പറയാം, ഇല്ലെങ്കിൽ അപ്കമിങ് സെഷൻസിൽ ഏതെങ്കിലും ഒരു സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പോൾ എന്തായാലും നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു ആലോചനയിലാവണമല്ലോ, ഒരു ഭയങ്കരമായ ഒരു വ്യാകുലപ്പെട്ടിരിക്കണം, ആ ഒരു എന്താ പറയുക, ആ ഒരു ക്വാളിറ്റീനെയാണ് നമ്മൾ പെൻസീവ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ ഭയങ്കര ചിന്തയിലിരിക്കുക, അല്ലെങ്കിൽ ചിന്താവഷ്ടനായ എന്നൊക്കെ പറയണം. അത്തരം മീനിങ്ങിലുള്ള വേർഡ്സ് നമുക്കതിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ കുറച്ച് കണ്ടു അല്ലേ, കോൺടെംപ്ലേറ്റീവ് കണ്ടു, റിഫ്ലെക്റ്റീവ്, റൊമിനേറ്റീവ്, മ്യൂസിങ്, ബ്രൂഡിങ്, പിന്നെന്താണ് തോട്ട്ഫുൾ, തിങ്കിങ് അല്ലേ, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാം തോട്ട്ലെസ് അല്ലെങ്കിൽ സില്ലി എന്നുള്ള വേർഡ്സ്. എക്സാക്റ്റ് ആയ ആൻറ്റണിംസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ആൻറ്റണിംസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ആണ് തോട്ട്ലെസ്, അതേപോലെ സില്ലിയൊക്കെ. യെസ്, നമ്മളൊരു എക്സാമ്പിൾ സെൻറ്റൻസും കണ്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ആസ് യൂഷ്വൽ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുമ്പം അവിടെ അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ശ്രമിക്കണം. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണ ആൾക്കാരാണെങ്കിൽ യെസ് കുറച്ച് വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.